ഒരിക്കലും രാഘവനുണ്ണിയായിട്ടല്ല ഒരു ക്ലാഷ് ഉണ്ടാകാനായിട്ട് ശരിക്കും പറഞ്ഞാൽ പോകുന്നത്. അർജുനായിട്ടാണ് ശരിക്കും പറഞ്ഞാൽ കുറുപ്പ് ഇനി ക്ലാഷ് ഉണ്ടാകാനായിട്ട് പോകുന്നത് കേട്ടോ. ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും അഡ്വക്കേറ്റ് അഞ്ജലിയുടെ ഏറ്റവും പുതിയ പ്രൊമോയുടെ റിവ്യൂയിലേക്ക് സ്വാഗതം കേട്ടോ. അപ്പോൾ ഇന്നത്തെ എപ്പിസോഡ് നിങ്ങൾ എല്ലാവരും കണ്ടു കാണുമെന്നാണ് ഞാൻ പ്രതീക്ഷിക്കുന്നത്. അപ്പോൾ കോടതിയിലെ സീനുകളായിരുന്നു കൂടുതലും ഉണ്ടായിരുന്നത് അല്ലേ. അപ്പോൾ ഇന്ന് അഞ്ജലിക്ക് ഒരു ശുഭകരമായ ഒരു നല്ലൊരു ദിവസം ആയിരുന്നില്ല കോടതിയിലെ പന്മയ്ക്കും അഞ്ജലിക്കും. കാരണം ഹാർഡ് ഡിസ്ക് ഈ അനുപമ കൈക്കലാക്കി രാഘവനുണ്ണി വക്കീലിന്റെ കയ്യിൽ കൊണ്ട് ഏൽപ്പിച്ചു. അപ്പൊ പിന്നെ അറിയാലോ എന്താ നടക്കുന്നത്. എന്താണെങ്കിലും കോടതിയുടെ ഭാഗത്ത് നിന്ന് കുറച്ചുകൂടി സമയം കിട്ടിയിട്ടുണ്ട്. എങ്ങനെയെങ്കിലും ഈ കേസിലേക്ക് തിരിച്ചെത്തുവാനായിട്ട് രാഘവനുണ്ണിയെ അടിതെറ്റിക്കുവാനായിട്ട് അഞ്ജലിക്ക് അവസരം കിട്ടുമെന്നാണ് നമ്മൾ പ്രതീക്ഷിക്കുന്നത്. എന്താണെങ്കിലും നല്ലൊരു എപ്പിസോഡായിരുന്നു ഇന്ന് ഉണ്ടായിരുന്നത്. പക്ഷെ നിങ്ങളോട് പറയാൻ ആഗ്രഹിക്കുന്ന വേറൊരു പ്രധാന കാര്യമുണ്ട് ഇന്നത്തെ എപ്പിസോഡിൽ. അതായത് ഇന്നത്തെ എപ്പിസോഡ് എൻഡ് ചെയ്തപ്പോൾ അതായത് നമ്മൾ കാണുന്ന സീൻ എന്ന് പറഞ്ഞാൽ അർജുന് ആ ചാൾസിനെ കൊണ്ടുപോയിട്ട് തരകനേസയുടെ അടുത്ത് ഏൽപ്പിക്കുന്ന ലോക്കപ്പിൽ അടച്ചിട്ട് പോകുന്നതാണ്. ആ സീനിൽ അവസാനം നമ്മൾ ഇന്നത്തെ എപ്പിസോഡിന്റെ ഏറ്റവും അവസാനം എൻഡിൽ കാണുന്നത് ഈ തരകനേസൈ കുറുപ്പിനോട് വിളിച്ച് പറയുന്നത്, അതായത് നിങ്ങൾ അയച്ച ചാൾസ് ദേ ഇവിടെ ലോക്കപ്പിൽ വന്ന് കയറി, ഇത് പിടിച്ചേൽപ്പിച്ചത് അർജുനാണ് എന്ന് പറയുമ്പോൾ കുറുപ്പാകെ ഞെട്ടിയിട്ട് ഇങ്ങനെ നിൽക്കുന്ന ഒരു സീനോട് കൂടിയിട്ടാണ് ഇന്നത്തെ എപ്പിസോഡിൽ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ സംഭവമൊക്കെ തീർന്നത്. അപ്പൊ ഇന്ന് നമ്മൾ എപ്പിസോഡിന്റെ റിവ്യൂ ഇട്ടിട്ടുണ്ടായിരുന്നു. അതില് ഞാൻ പറഞ്ഞൊരു കാര്യം എന്തെന്ന് വെച്ച് കഴിഞ്ഞാല് അതായത് ഈ അർജുൻ ഈ ചാൾസിനെ പിടിച്ചേൽപ്പിക്കുമ്പോൾ ഈ കുറുപ്പിത് അറിയുന്നു, പിന്നീട് രാഘവനുണ്ണിയായിട്ട് ഇഷ്യൂ വരുന്നു എന്നൊക്കെയാണ് ഞാൻ പറഞ്ഞത്. അങ്ങനെയാണ് എനിക്ക് തോന്നിയത്. പക്ഷേ ഇപ്പൊ പ്രൊമോയുടെ റിവ്യൂ വന്നപ്പോൾ സംഭവം അതല്ല. ശരിക്കും പറഞ്ഞ ഏറ്റവും പ്രധാന പ്രശ്നം അതൊന്നും അല്ല വരാനായിട്ട് പോകുന്നത്. അതായത് ഈ അർജുന് ഈ ചാൾസിനെ പിടിച്ച് ഇങ്ങനെ ഏൽപ്പിക്കേണ്ട കാര്യം എന്താണ് എന്നാണ് ശരിക്കും പറഞ്ഞ കുറിപ്പ് ചിന്തിക്കുന്നത് എന്ന് പ്രൊമോയിൽ നിന്ന് വളരെ വ്യക്തമാണ്. അപ്പൊ അടുത്ത വരാൻ പോകുന്ന ഇഷ്യൂ എന്ന് പറയുന്നത് വളരെ പ്രധാനപ്പെട്ട ചില കാര്യങ്ങളാണ്. അപ്പൊ എന്താണെങ്കിലും ഇങ്ങനെയൊക്കെ ആയിട്ടാണ് ഇന്നത്തെ എപ്പിസോഡൊക്കെ തീർന്നിട്ടുള്ളത്. എന്താണെങ്കിലും പ്രൊമോയുടെ റിവ്യൂയിലേക്ക് നമുക്കൊന്ന് പോയി നോക്കാം. അപ്പൊ പ്രൊമോയുടെ റിവ്യൂയിലേക്ക് പോകുമ്പോൾ ഞാൻ പറഞ്ഞതുപോലെ കുറിപ്പ് കാര്യങ്ങൾ അറിഞ്ഞു. അതായത് അർജുനാണ് ഈ ചാൾസിനെ പിടിച്ചുകൊണ്ട് ഏൽപ്പിച്ചത്. അപ്പൊ അതില് കൂടുതലൊന്നും ആലോചിച്ചു പോകുന്നില്ല. അപ്പോ തരകനോട് പറയുന്നുമുണ്ട് അർജുന്, അതായത് ഈ അഞ്ജലി എന്ന് പറഞ്ഞ വക്കീലിനെ ഈ കൊല്ലാനായിട്ട് ശ്രമിച്ചവനാണ് ഇവനെ ആനുമായിട്ട് ഏറ്റുമുട്ടി ഇങ്ങനെയൊക്കെ പറഞ്ഞിട്ടാണ് ഏൽപ്പിക്കുന്നത്. അപ്പോ ഈ കാര്യങ്ങളൊക്കെ ഉറപ്പായിട്ടും തരകന് കുറുപ്പിനോടും പറയുന്നത് ഉറപ്പാണ്. അപ്പോ ഇത് ശരിക്കും പറഞ്ഞാൽ അറിഞ്ഞു കഴിയുമ്പോഴാണ് ചില സംശയങ്ങളൊക്കെ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാല് ഈ കുറിപ്പിനുണ്ടാകാനായിട്ട് പോകുന്നത്. ഒരിക്കലും രാഘവനുണ്ണിയായിട്ടല്ല ഒരു ക്ലാഷ് ഉണ്ടാകാനായിട്ട് ശരിക്കും പറഞ്ഞാൽ പോകുന്നത്. അർജുനായിട്ടാണ് ശരിക്കും പറഞ്ഞാൽ കുറിപ്പ് ഇനി ക്ലാഷ് ഉണ്ടാകാനായിട്ട് പോകുന്നത് കേട്ടോ. അപ്പോ അതായത് ഈ നമ്മുടെ ഈ കുറിപ്പ് ആലോചിക്കും, ഈ അഞ്ജലിയുടെ കേസിൽ ഈ അർജുൻ എന്താണ് ഇടപെടേണ്ട കാര്യം. പക്ഷേ ഇവർക്ക് ആർക്കും അറിയില്ലല്ലോ അഞ്ജലിയും അർജുനും തമ്മിലുള്ള ബന്ധം എന്താണെന്നും അർജുൻ അഞ്ജലിക്ക് വേണ്ടിയാണ് ജീവിക്കുന്നതെന്നും അഞ്ജലി എങ്ങനെ എങ്കിലും സ്വന്തമാക്കാനായിട്ടാണ് ആഗ്രഹിക്കുന്നത് എന്നൊന്നും ഇവരറിയുന്നില്ലല്ലോ ആക്ച്വലി. അപ്പോ കുറുപ്പ് മകളോട് നാളെ പ്രൊമോയിൽ സംസാരിക്കുന്ന കാണാം ഈ അഞ്ജലി അർജുൻ തമ്മിൽ എന്താണ് ബന്ധം എന്ന് കണ്ടുപിടിക്കണമെന്ന്. അപ്പോൾ ഈ കുറുപ്പിന്റെ മകൾ ഇത് വളരെ കാഷ്വലായിട്ട് പറയാനായിട്ട് ശ്രമിക്കുക. അപ്പൊ തന്നെ കുറുപ്പ് തിരുതുകയാണ്, അങ്ങനെ പറയാൻ നിൽക്കണ്ട, അവര് തമ്മിൽ എന്തോ കാര്യമായിട്ടൊരു ബന്ധമുണ്ടെന്നുള്ള കാര്യം ഉറപ്പാണ്. അഞ്ജലിയും അർജുനും തമ്മിൽ നമ്മൾ വിചാരിക്കുന്നതിനപ്പുറം ഉറപ്പായി എന്തോ ഒരു ബന്ധമുണ്ട്. ഇല്ലെങ്കിൽ അഞ്ജലിയുടെ കേസിൽ കയറി ഈ അർജുൻ ഇടപെടേണ്ട കാര്യമില്ലല്ലോ എന്ന രീതിയിൽ കുറിപ്പ് വയ്ക്കാറും നാളെ സംസാരിക്കും. അപ്പൊ അങ്ങനെ ത്രെഡ് അവിടെ ശരിക്കും പറഞ്ഞ ഒരു തീപ്പൊരി ശരിക്കും പറഞ്ഞാൽ കുറിപ്പിന്റെ മകളുടെ മനസ്സിലേക്ക് വീഴാനായിട്ട് നാളെ പോവുകയാണ് കേട്ടോ. അപ്പൊ അങ്ങനെ സംഭവിച്ചു കഴിഞ്ഞാൽ നമ്മൾ ഉദ്ദേശിക്കുന്നിടത്തൊന്നും ആയിരിക്കില്ല. ഈ പത്മ കേസിനപ്പുറമുള്ള ചില പ്രശ്നങ്ങൾ അഞ്ജലി നേരിടേണ്ടി വരും എന്നുള്ള കാര്യം ഉറപ്പാണ്. കാരണം കുറുപ്പിന്റെ മകളുടെ സ്വഭാവം എന്താണെന്ന് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാലോ. ഓൾറെഡി അർജുനായിട്ടുള്ള കാര്യങ്ങളെ ഉറപ്പിച്ചു വെച്ചിരിക്കുന്ന സംഭവങ്ങളെല്ലാം ഉണ്ട്. അപ്പം അഞ്ജലി അർജുന്റെ ആരാണെന്ന് അറിഞ്ഞു കഴിഞ്ഞാൽ എന്തായിരിക്കും സംഭവിക്കാൻ പോണത്. അതായിരിക്കും പത്മ കേസിനപ്പുറം ഉള്ള പ്രശ്നങ്ങൾ അഞ്ജലി ഇനി നേരിടാനായിട്ട് പോകുന്നത്. അപ്പോൾ എന്താണെങ്കിലും ഇങ്ങനെ ഒരു തീപ്പൊരി ശരിക്കും പറഞ്ഞാൽ കുറുപ്പിന്റെ മകളുടെ മനസ്സിലേക്ക് വീണ് കഴിഞ്ഞു എന്ന് പുറമേ നിന്ന് വളരെ അധികം വ്യക്തമാണ്. പുള്ളിക്കാരി അതൊക്കെ ആലോചിച്ചുകൊണ്ട് നിൽക്കുന്ന സീന് പുറമേൽ നമുക്ക് കാണാനായിട്ട് പറ്റുന്നുണ്ട്. അപ്പോൾ
പിന്നെ ഈ പ്രൊമോയിൽ പിന്നെ അടുത്ത സീനുകൾ എന്ന് പറയുന്നത് ഈ ഹാർഡ് ഡിസ്ക് അടിച്ചുകൊണ്ട് പോയ ദുഷ്ടത്തിയ അനുപമയോട് ഒരു വാക്ക് ചോദിക്കാതെ ഇരിക്കാനായിട്ട് അഞ്ജലിക്കുട്ടിക്ക് പറ്റുമെന്ന് നിങ്ങൾക്ക് തോന്നുന്നുണ്ടോ? അപ്പൊ അത് ചോദിക്കാനായിട്ട് ചെല്ലുന്ന സീനാണെന്ന് തോന്നുന്നു പ്രൊമോയിൽ നമ്മൾ കാണുന്നത് കേട്ടോ. അപ്പോൾ അഞ്ജലി ചെന്നിട്ട് അനുപമയോട് ചോദിക്കുന്നുണ്ടെന്ന് നമുക്ക് പ്രൊമോയിൽ കാണാം. അപ്പോൾ അനുപമ വളരെ കാഷ്വലായിട്ടാണ്, വളരെ നിസാരവൽക്കരിച്ചാണ് ഇത്രയും ഒരു കൊടും പാതകം ചെയ്ത അവളെ ശരിക്കും പറഞ്ഞാൽ വളരെ നിസ്സാരമായിട്ടാണ് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാല് അഞ്ജലിയോട് പറഞ്ഞു അത് ദൈവ നിശ്ചയമായിരുന്നു എന്ന രീതിയിൽ പറയാണ്. അതായത് സ്വന്തം കൂടപ്പിറപ്പിന് സ്വന്തം രക്തബന്ധത്തിലുള്ള അനിയത്തിയെ ഇതുപോലെ ആക്കി തീർത്ത, ഇതുപോലെ തോറ്റ് തുന്നം പാടി പോകാനായിട്ട് അതിനൊരു കാരണക്കാരി കോടതിയിൽ ഇത്രയും മോശ രീതിയിൽ അഞ്ജലി ആയി പോകാനായിട്ട് അതിന് കാരണക്കാരി അനുപമയാണ്. അപ്പോൾ അത് വളരെ നിസ്സാരമായിട്ടാണ് ശരിക്കും അനുപമ പറയുന്നത് എന്ന് പ്രൊമോയിൽ നമുക്ക് കാണാം. അതായത് അതൊരു ദൈവ നിശ്ചയമായിരുന്നു, ദൈവം എൻ്റെ കൂടെയാണുള്ളത്, അതുകൊണ്ടാണ് ഞാൻ അവിടെ വരാനും ആ ഹാർഡ് ഡിസ്ക് ഞാൻ എടുക്കാനൊക്കെ കാരണമായത് എന്ന രീതിയിൽ വളരെ ഇതായിട്ടാണ് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാല് ഈ അനുപമ പറയുന്നത്. അപ്പോൾ അഞ്ജലി അതിന് കൊടുക്കുന്ന ഒരു മറുപടിയും പ്രൊമോയിൽ നമുക്ക് കാണാം. അതായത് അഞ്ജലി പറയുന്നുണ്ട് ദൈവം നിശ്ചയമല്ല, ദൈവത്തിനെ പറ്റിയൊരു അബദ്ധമാണത്, അത് ഉറപ്പായിട്ട് അത് തിരുത്തപ്പെടുക തന്നെ ചെയ്യുന്നൊക്കെ പറഞ്ഞിട്ട് അനുപമയോട് അഞ്ജലി പറയുന്നുണ്ട്. എന്താണെങ്കിലും ഈ ഹാർഡ് ഡിസ്കിന്റെ കേസിൽ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ അഞ്ജലിനെ എന്താണ് ചെയ്യാൻ ഉദ്ദേശിച്ചിരിക്കുന്നത് എന്നൊന്നും അറിയത്തില്ല കേട്ടോ. എന്താണെങ്കിലും എന്തെങ്കിലും ഒരു പോംവഴി അഞ്ജലിയുടെ മനസ്സിലുണ്ടാവുമെന്നാണ് നമ്മൾ പ്രതീക്ഷിക്കുന്നത്. ഇല്ലെങ്കിൽ ഈ പത്മ കേസിൽ വിജയം ഉണ്ടാകുക എന്നുള്ളത് അത്ര എളുപ്പമുള്ള കാര്യമല്ല. അത്രമാത്രം ഇപ്പോ കസറി നിൽക്കുകയാണ് ശരിക്കും രാഘവനുണ്ണി അല്ലെ. അപ്പൊ അങ്ങനെയാണ് നിൽക്കുന്നത്. എന്താണെങ്കിലും അനുപമയുടെ കാര്യങ്ങളൊക്കെ പോയി അഞ്ജലി നേരിട്ട് ചോദിക്കുന്നുണ്ടെന്ന് പ്രൊമോയിൽ കാണാം. എന്താണെങ്കിലും ഇന്ന് വന്ന പ്രൊമോയുടെ ഏറ്റവും അവസാനത്തെ സീന് എന്ന് പറയുന്നത് ആര്യ ആ സ്റ്റെപ്പിൽ നിന്ന് വീഴുന്ന ഒരു സീനാണ് കേട്ടോ. ആര്യ സ്റ്റെപ്പിൽ നിന്ന് അങ്ങനെ ആ വീൽ ചെയറിൽ ഇരുന്നിട്ട് പെട്ടെന്ന് എന്തോ ഒരു ഇത് പറ്റിയിട്ട് താഴേക്ക് വീഴുകയാണ്. അപ്പൊ കറക്റ്റ് ആ സമയത്ത് തന്നെ അർജുൻ അവിടേക്ക് ഓടി ജീപ്പിൽ വന്ന് ഇറങ്ങുന്ന സീനും അതിനൊപ്പം തന്നെ ഈ ആര്യ വീഴുന്ന സീന്, അങ്ങനെ ഒരു ഇതോട് കൂടിയിട്ടാണ് ശരിക്കും പറഞ്ഞാൽ ഇന്നത്തെ പ്രൊമോ അവസാനിച്ചിട്ടുള്ളത്. എനിക്ക് തോന്നുന്നു ആര്യക്ക് അർജുൻ ഓൾറെഡി പറഞ്ഞിട്ടുണ്ടായിരുന്നു മുമ്പ് എപ്പിസോഡിലൊക്കെ, അർജുൻ അറിയാവുന്ന നല്ലൊരു ഹോസ്പിറ്റലുണ്ട്, ഡോക്ടറുണ്ട്, അവിടെ കൊണ്ടുപോയി വേണമെങ്കിൽ നമുക്ക് ആര്യനെ നോക്കാം, എന്താണെങ്കിലും നമുക്കൊന്ന് പരീക്ഷ നടത്തി നോക്കാം, ഒരു പോസിറ്റീവ് റിസൾട്ട് ഉണ്ടായെങ്കിൽ നമ്മൾ രക്ഷപ്പെട്ടില്ല. ആ രീതിയിലൊക്കെ ആര്യയോടൊക്കെ ഇങ്ങനെ സംസാരിച്ചിട്ടുണ്ടായിരുന്നു അർജുൻ കേട്ടോ. മിക്കവാറും അങ്ങനെ അർജുൻ ചെയ്യാനായിട്ട് ചാൻസ് നമ്മൾ കാണുന്നുണ്ട്. എന്താണെങ്കിലും ഇങ്ങനെയൊക്കെ നിറഞ്ഞൊരു പ്രൊമോ ആയിരുന്നു ഇന്ന് വന്നിട്ടുണ്ടായിരുന്നത്. എന്താണെങ്കിലും ഏറ്റവും ഈ ഇന്നത്തെ പ്രൊമോയുടെ ഹൈലൈറ്റ് എന്ന് പറയുന്നത് അർജുൻ അഞ്ജലി ഇവർ തമ്മിലുള്ള ബന്ധം എന്ത് എന്നുള്ളൊരു സത്യം ഉടൻ തന്നെ കുറുപ്പിന്റെ മകളും രാഘവനുണ്ണിയും എല്ലാവരും അറിയാനായിട്ട് പോവുകയാണ്. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ നമ്മുടെ ഈ അഡ്വക്കേറ്റ് അഞ്ജലി എന്ന സീരിയലിന്റെ കഥ വേറൊരു തലത്തിലേക്ക് തന്നെ ഉയരാനായിട്ട് പോവുകയാണ്. എന്തൊരു റിവെഞ്ച് ആയിരിക്കും ശരിക്കും പറഞ്ഞു കഴിഞ്ഞാല് ഈ കുറുപ്പിന്റെ മകൾ അഞ്ജലിയോട് എടുക്കാൻ പോകുന്നതെന്ന് ആലോചിച്ചു പോകുക. കാരണം വെച്ചാൽ അവരുടെ പുള്ളിക്കാരുടെ സ്വഭാവം അങ്ങനെയാണ്. അതുകൂടാതെ പണമുണ്ട്, എന്തും ചെയ്യാൻ മടിക്കാത്ത ഒരു മനസ്സുണ്ട്. അപ്പൊ എന്താണെങ്കിലും അഞ്ജലിക്ക് സപ്പോർട്ടായിട്ട് കൂട്ടായിട്ട് അർജുൻ ഉണ്ട് എന്നുള്ളത് ഒരു പോസിറ്റീവ് കാര്യമാണ്. എന്താണെങ്കിലും അഞ്ജലിക്ക് അത്ര എളുപ്പമല്ല മുമ്പോട്ടുള്ള കാര്യങ്ങൾ എന്നുള്ളതാണ് നമുക്ക് ഒരു ആശങ്ക ഉളവാക്കുന്നത് അല്ലേ. എന്താണെങ്കിലും നല്ലൊരു പ്രൊമോയാണ് വന്നിട്ടുള്ളത്. നാളത്തെ എപ്പിസോഡ് വളരെ വളരെ എൻഗേജിങ് ആയിട്ടുള്ള എപ്പിസോഡാണെന്നുള്ള കാര്യം ഉറപ്പാണ്. നിങ്ങൾ എന്താണെങ്കിലും നാളത്തെ എപ്പിസോഡിന് വേണ്ടിയിട്ട് കാത്തിരിക്കാൻ, നമ്മുടെ എപ്പിസോഡ് റിവ്യൂവിന് വേണ്ടിയിട്ടും പ്രൊമോ റിവ്യൂവിന് വേണ്ടിയിട്ടൊക്കെ കാത്തിരിക്കണം, കാണണം എന്ന് റിക്വസ്റ്റ് ചെയ്യാണ്. നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണമെന്ന് റിക്വസ്റ്റ് ചെയ്യാണ്. അപ്പോൾ കൂടുതൽ വീഡിയോസുമായി വരാം. ശുഭരാത്രി.